بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പറയുകയും കേൾക്കുകയും ചെയ്തത് മരണപ്പെട്ടവരുടെ പേരിൽ കരയുന്നതിനെ സംബന്ധിച്ചും ആ കരയുന്നതിൻ്റെ വിധികളെ സംബന്ധിച്ച് ഹറാമാണോ, കറാഹത്താണോ, ജായിസാണോ തുടങ്ങിയ നിയമവശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഏതു വിധത്തിൽ കരയാം, ഏതു വിധത്തിൽ കരയാൻ പാടില്ല, കരയാത്തവരുണ്ടായിരുന്നോ ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് നാം ചർച്ച ചെയ്തു വന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അദ്ദേഹം റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തൻ്റെ മകനെ കബറടക്കുമ്പോൾ ചിരിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ചിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ശൈത്താനിനെ വെറുപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അബൂ അലി റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാൻ ഫുദൈൽ റഹ്മത്തുള്ളാഹി അലൈഹിയുമായി 30 വർഷം സഹവസിച്ചു. ഇതിനിടയിൽ ഈ 30 വർഷം അദ്ദേഹം ചിരിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. സന്തുഷ്ടനായ നിലയിൽ ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ അലി മരണപ്പെട്ട ദിവസമല്ലാതെ ഈ 30 വർഷത്തിൻ്റെ ഇടയിൽ പുഞ്ചിരിക്കുകയോ ചിരിക്കുകയോ ചെയ്തിട്ടില്ല, സന്തോഷഭരിതനായിട്ട്. ഇത് മഹത്തുക്കളുടെ മഹത്വമാണ്. എന്നാൽ അതുപോലെ തന്നെ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു തആല അൻഹ അവരുടെ ഭർത്താവ് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും ഗർഭവതിയായി. ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് രോഗബാധിതനായി. ഭർത്താവ് വീട്ടിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ കുട്ടിക്ക് രോഗമാണ്. ആ കുട്ടി ഭർത്താവില്ലാത്ത സമയത്ത് മരണപ്പെട്ടു. പക്ഷെ ഭർത്താവിൻ്റെ തിരിച്ചു വരവിൻ്റെ സമയത്ത് ഭർത്താവിനോടുള്ള കടപ്പാടിൻ്റെ പേരിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് കുട്ടിയുടെ വേർപാട് സഹിച്ചുകൊണ്ട് ആ വിവരം ഭർത്താവിനോട് അറിയിക്കാതെ ഭർത്താവിൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലീകരിച്ചു കൊടുത്തു. അതിനുശേഷം മാത്രമാണ് സന്താനത്തിൻ്റെ മരണവിവരം അറിയിച്ചത്. സന്താനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സമാധാനത്തിലാണ് എന്നാണ് മറുപടി കൊടുത്തത്. എല്ലാവിധ അദ്ദേഹത്തോടുള്ള കടപ്പാടുകൾ നിർവഹിച്ചതിന് ശേഷം മാത്രമാണ് ഈ കുട്ടിയുടെ വേർപാട് തൻ്റെ ഭർത്താവിനോട് അറിയിച്ചത്. അത് ഭർത്താവിനോടുള്ള കടപ്പാടിൻ്റെ പേരിലും അതിന് മുൻഗണന കൊടുത്തതിൻ്റെ പേരിൽ കുട്ടിയുടെ വേർപാടിൽ അക്ഷമ കാണിക്കാതെ വിലപിക്കാതെ ഭർത്താവിനോടുള്ള കടപ്പാട് നിർവഹിച്ചു. ഇങ്ങനെ മഹത്തുക്കൾ അപ്രകാരം ചെയ്തിട്ടുണ്ട്. ഈ മഹാനായ ഫുദൈൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അബൂ അലി റാസി റഹ്മത്തുള്ളാഹി പറയുകയാണ്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ പറഞ്ഞത്, അള്ളാഹു ഒരു കാര്യം ഇഷ്ടപ്പെട്ടപ്പോൾ ആ കാര്യത്തെ ഞാനും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ മഹത്തുക്കളും മഹതികളുമെല്ലാം അക്ഷമ കാണിക്കാതെ ക്ഷമ അവലംബിച്ച് കരയാതെ
അവരുടെ ജീവിതത്തിൽ അവർ ക്ഷമ അവലംബിച്ചതായിട്ട് ചരിത്രത്തിലും ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ അവരുടേതായ ജീവിതത്തിൻ്റെ ആ അള്ളാഹുവിൻ്റെ കൽപ്പന അത് ശിരസ വഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. എന്നാൽ ഈ മയ്യത്തിൻ്റെ പേരിൽ കുടുംബാദികൾ കരഞ്ഞാൽ ഈ മയ്യത്തിൻ്റെ ഖബറിൽ മയ്യത്തിന് ശിക്ഷ ലഭിക്കപ്പെടുമോ ഇല്ലയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അൽ മയ്യത്തു യുഅദബു ഫീ ഖബരിഹി, മയ്യത്തിനെ തൻ്റെ ഖബറിൽ ശിക്ഷിക്കപ്പെടും. മയ്യത്തിനെ തൻ്റെ ഖബറിൽ ശിക്ഷിക്കപ്പെടും. ബിമാ നീഹ അലൈഹി ഐ ബിസബബിൽ ബുക്കായി മഅ റഫ്ഇ സൗതി വദിക്രി സിഫാത്തിൽ മയ്യിത്ത്, ശബ്ദമുയർത്തിക്കൊണ്ടുള്ള കരച്ചൽ കാരണമായിട്ട് മയ്യത്തിൻ്റെ വിശേഷണങ്ങൾ ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞതിൻ്റെ പേരിൽ മയ്യത്തിൻ്റെ ഖബർ ശിക്ഷിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നിവേദനം അദ്ദേഹത്തിൽ നിന്നും ഇമാം ബുഖാരിയും മുസ്ലിമും ഇബ്നു മാജയും നസായിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പോൾ ശബ്ദമുയർത്തിക്കൊണ്ട് മയ്യത്തിൻ്റെ ഗുണഗണങ്ങൾ വിശേഷണങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് കരഞ്ഞാൽ മയ്യത്തിൻ്റെ ഖബറിൽ ശിക്ഷ ലഭിക്കപ്പെടും എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആലയിൽ നിന്ന് അദ്ദേഹം നിബിതങ്ങൾ പറഞ്ഞതായി പറയുന്നു, നിവേദനം ചെയ്യുന്നു, ഇന്നൽ മയ്യിത്ത ല യുഅദബു ബി ബുക്കായിൽ ഹയ്യി, മയ്യത്ത് ജീവിച്ചിരിക്കുന്നവരുടെ കരച്ചൽ കാരണമായി ശിക്ഷിക്കപ്പെടും. എപ്പോഴ് ഇവർ കരയുമ്പോൾ മയ്യത്തിൻ്റെ ഗുണങ്ങൾ എടുത്തു പറയുകയാണ്. എന്നെ സഹായിച്ച വ്യക്തിയാണ്, എന്നെ പല കാര്യങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയ ആളാണ്, എന്നെ സഹായിച്ചയാളാണ്, എനിക്ക് വസ്ത്രം വാങ്ങിച്ചു തന്ന ആളെയാണ്, ഇങ്ങനെ ഇനി എനിക്കാരാണുള്ളത് ഇത്യാദി കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്നയാൾ കരഞ്ഞാൽ ആ കരച്ചൽ കാരണമായിട്ട് മയ്യത്ത് ശിക്ഷിക്കപ്പെടും. ജുബിദൽ മയ്യത്തു, മയ്യത്തിനെ ശക്തിയിൽ പിടിച്ചു വലിക്കുമെന്നാണ് ഖബറിലുള്ള അനുഭവമാണ്. അനാസുറുഹ അന്ത, നീയാണോ ഈ കരയുന്നവരെ സഹായിച്ചയാൾ? അക്കാസിഹാന്ത, നീയാണോ ഇവരെ വസ്ത്രം ധരിപ്പിച്ചയാൾ? യഥാർത്ഥത്തിൽ സഹായിച്ചതും വസ്ത്രം ധരിപ്പിച്ചതൊക്കെ ആരാൾ? അള്ളാഹു തആല നൽകിയ സമ്പത്തല്ലേ? അള്ളാഹു അല്ലേ യഥാർത്ഥ സഹായി? അള്ളാഹു അല്ലേ നമുക്കെല്ലാം ചെയ്തു തരുന്നവൻ? അപ്പോൾ മയ്യത്തിൻ്റെതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എനിക്കാരാണുള്ളത് എന്ന രീതിയിൽ കരഞ്ഞാൽ ആ മയ്യത്തിനെ ശക്തിയിൽ പിടിച്ചു വലിക്കപ്പെടും, അങ്ങനെ ശിക്ഷിക്കപ്പെടും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതാ മയ്യത്തിനെ ഖബർ ശിക്ഷിക്കപ്പെടുക. എന്നാൽ അട്ടഹാസമില്ലാതെ, ശബ്ദകോലാഹലങ്ങളില്ലാതെ കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ്. ഇത് അയിമ്മത്തുകളുടെ ഇടയിൽ, മദ്ഹബിൻ്റെ ഇമാമുകളുടെ ഇടയിൽ മുബാഹാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഷാഫി ഇമാമിൻ്റെ അടുക്കൽ മദ്ഹബിലാകട്ടെ, ഹനഫി മദ്ഹബിലാകട്ടെ, ഹംബലി മദ്ഹബിലാകട്ടെ, മാലിക് മദ്ഹബിലാകട്ടെ, ഈ 4 മദ്ഹബിലും ശബ്ദകോലാഹലങ്ങളില്ലാതെ കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണുനീർ ധാരധാരിയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മുബാഹാണ്, കരച്ചൽ, അഭിപ്രായ വ്യത്യാസമില്ല. മയ്യത്തിൻ്റെ കുടുംബക്കാരായ മഹറമുകൾ അവിടെ കരച്ചൽ കൊണ്ട് മയ്യത്ത് ശിക്ഷിക്കപ്പെടുകയില്ല. ഫിഖിന്റെ കിതാബിൽ കാണാം. എപ്പോഴല്ലാതെ ഇല്ല ഇദാ ഔസാബിഹി, ഇങ്ങനെ കരയാൻ വേണ്ടി ഈ മരിക്കാൻ പോകുന്നയാൾ വസിയത്ത് ചെയ്താൽ ഒഴികെ. വസിയത്ത് ചെയ്താൽ ശിക്ഷിക്കപ്പെടും. മരണശേഷം ഇങ്ങനെ വസിയത്ത് ചെയ്താൽ ഇവർ കരഞ്ഞോളും എന്നൊക്കെ അറിയാവുന്നയാൾ വസിയത്ത് ചെയ്താലോ മയ്യത്തിനെ ഖബർ ശിക്ഷിക്കപ്പെടും. ഇയാൾ വിചാരിക്കുകയാണ് അവരോട് കരയരുത് എന്ന്. അവരോട് വസിയത്ത് ചെയ്താൽ അവരാ വസിയത്ത് നടപ്പിൽ വരുത്തും, അവരനുസരിക്കും.
എന്ന് ഇയാൾക്ക് വിചാരമുണ്ടെങ്കിൽ ഈ മരണാസന്നമായ ആള് കരയരുത് എന്ന് അവരോട് വസിയത്ത് ചെയ്യൽ നിർബന്ധമാണ്. വസിയത്ത് ചെയ്താൽ, കരയരുത് എന്ന് വസിയത്ത് ചെയ്താൽ അവരനുസരിച്ചോളും, അവർ വസിയത്ത് നടപ്പിൽ വരുത്തും എന്ന് ഇയാൾക്ക് ധാരണയുണ്ടെങ്കിൽ കരയരുത് എന്ന് വസിയത്തിൽ നിർബന്ധമാണ്. അങ്ങനെ ധാരണയുള്ള വസിയത്ത് ചെയ്തില്ല എങ്കിലോ മരണശേഷം അവർ കരയുന്നതിൻ്റെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെടുമെന്ന് അൽ മദാഹിബുൽ അർബഅയിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഈ മരണപ്പെട്ടവരുടെ പേരിലുള്ള കരച്ചലിൻ്റെ വിധികൾ. അപ്പോൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന രീതിയുമുണ്ട്, ശിക്ഷിക്കപ്പെടാത്ത രീതിയുമുണ്ട്. കണ്ണുനീർ ധാരധാരിയായി ഇങ്ങനെ ഒഴുകി, ഗുണഗണങ്ങൾ എടുത്തൊന്നും പറഞ്ഞില്ല, ശബ്ദകോലാഹലങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, എന്നാൽ അവിടെ ശിക്ഷിക്കപ്പെടൂല. വസിയത്ത് ചെയ്താൽ ശിക്ഷിക്കപ്പെടും, ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടൂല. ഇതാണ് ഈ മയ്യത്തിൻ്റെ പേരിൽ കരഞ്ഞാലുള്ള അവസ്ഥ. ശിക്ഷിക്കപ്പെടുന്ന രീതിയുമുണ്ട്, ശിക്ഷിക്കപ്പെടാത്ത രീതിയുമുണ്ട്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം. നമ്മുടെ കരച്ചലിൻ്റെ പേരിൽ അത് കാരണമായിട്ട് ഖബറിൽ കിടക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിലും അവരെ നമ്മൾ സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നമ്മുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം ആരുടെ മണിൻ്റെ ചുവട്ടിലുണ്ടോ അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ ആരെല്ലാം രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ടെങ്കിലും, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിലും, എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുത്ത് മനസ്സിനും ശരീരത്തിനും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.